നമസ്കാരം കുട്ടികളെ, എല്ലാവരും പരീക്ഷ നന്നായി എഴുതിയോ? പുതിയ പാഠം പഠിക്കാൻ എല്ലാവരും തയ്യാറാണോ? നിങ്ങൾ അക്ബർ എന്നും ബീർബൽ എന്നും കേട്ടിട്ടുണ്ടോ? 16-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു അക്ബർ. അക്ബറിന്റെ രാജസദസ്സിൽ നവരത്നങ്ങൾ എന്ന പേരിൽ 9 മന്ത്രിമാർ ഉണ്ടായിരുന്നു. അതിൽ അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി ബീർബലായിരുന്നു. ഇവർ തമ്മിൽ നടന്നിട്ടുള്ള രസകരങ്ങളായ സംഭാഷണങ്ങൾ ഒരേ സമയം ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ബീർബൽ കഥകൾ എന്ന പേരിൽ അവ ലോക പ്രശസ്തി നേടിയിട്ടുമുണ്ട്. ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയ ബീർബൽ കഥയാണ് ആര് പഠിപ്പിക്കും എന്ന പാഠഭാഗം. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരമാണ് പശ്ചാത്തലം. ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് പരിഭാഷ എന്ന് പറയുന്നത്. നമുക്കിനി പാഠഭാഗം നോക്കാം. ആര് പഠിപ്പിക്കും? ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി. ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി. എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രിക്കാരുണ്ട്, കാലിമേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ആധാരമെഴുത്തുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ മറ്റനേകം പേർ വേറെയുമുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിന് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. എന്തിനാണിത്? ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബീർബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല, അതും ഇതുമായി എന്തു ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടുപോകാൻ അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറകളയാൻ? തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്നും പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാവുക എന്നറിയാമോ? അതുമല്ലെങ്കിൽ കൈയെഴുത്തൊരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന്? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടം ഇല്ല, കോപം കൊണ്ട് ചുവന്നു തുടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അപ്പോൾ തിരുമനസ്സേ, ബീർബൽ ശാന്തനായി പറഞ്ഞു, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട്, കുറച്ച് അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ബീർബൽ അർത്ഥമാക്കിയത് എന്താണ് എന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിൽ നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു. അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ടു പറഞ്ഞു, അങ്ങുന്നേ, ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാനുതനായി. വൃദ്ധയെ തലകുമ്പിട്ട് വന്ദിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ? ബീർബലിന്റെ മറുപടി ഇതായിരുന്നു, ഇവർ
ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ പാഠഭാഗത്തിലൂടെ വളരെ വലിയ അറിവുകളാണ് ബീർബൽ നമുക്ക് പകർന്നു നൽകുന്നത്. ഒന്നാമതായി, നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തർക്കും നമുക്ക് ഓരോ പുതിയ അറിവുകൾ നൽകാനുണ്ട് എന്ന് പഠിപ്പിച്ചു. ഒരു ജോലിയും നിസ്സാരമല്ല എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവുകൾ പകർന്നു നൽകുന്നതിലൂടെ അധ്യാപകരായി മാറുന്നു. അതോടൊപ്പം അറിവ് സ്വീകരിക്കുന്നതിലൂടെ ഒരു വിദ്യാർത്ഥിയുമാകുന്നു. ഒരു മനുഷ്യന് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാകണം. നമുക്ക് ചുറ്റുമുള്ളത് എല്ലാം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണയോടെ എല്ലാ ജീവജാലങ്ങളോട് പെരുമാറാനും ഒരു മനുഷ്യനാകാനും നമ്മൾ എല്ലാവരും പഠിക്കണം. പാഠഭാഗത്തിന്റെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ടല്ലേ, ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആരായിരുന്നിരിക്കാം ആ വൃദ്ധ? എൻ്റെ ആദ്യകാലത്ത് തന്നെയുള്ള അധ്യാപികയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബീർബലിന്റെ അമ്മയാകാമല്ലേ അത്? നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ഗുരു, ആദ്യത്തെ അധ്യാപിക ആരാണ്? നമ്മുടെ സ്വന്തം അമ്മയാണ്, ഇല്ലേ? ചിലപ്പോൾ ബീർബൽ സ്വന്തം അമ്മയെ തന്നെ ആയിരിക്കാം ആരുടെ മുന്നിൽ അവതരിപ്പിച്ചത്? അക്ബറിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും പാഠം നന്നായി വായിച്ചു നോക്കണം. അടുത്ത പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.